നമ്മളോടൊപ്പം ഉള്ള സി ബാലഗോപാൽ ഇപ്പോൾ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം IAS വിട്ട് വ്യവസായിയായ ഒരാളാണ്. വളരെ അത്ഭുതകരമായ രീതിയിൽ അദ്ദേഹം വ്യവസായത്തിൽ റിസൾട്ട് ഉണ്ടാക്കി. ഒപ്പം തന്നെ കേരളത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആ കെട്ടുകഥ തകർക്കുന്ന തരത്തിൽ തൻ്റെ അനുഭവങ്ങൾ വെച്ച് അദ്ദേഹം എഴുതാൻ കൂടി തയ്യാറായ ഒരു മനുഷ്യനാണ്. ഒരുപക്ഷെ കേരളത്തിൽ ഒരു ശക്തി നിലീനമായി കിടക്കുന്നുണ്ട്, ഇന്നല്ലെങ്കിൽ നാളെ കേരളം അത് തെളിയിക്കും എന്നൊരു പ്രവാചക സൂചന കൂടി അദ്ദേഹത്തിൻ്റെ എഴുത്തിലുണ്ടായിരുന്നു എന്ന് ഇന്ന് രാത്രി നോക്കുമ്പോൾ എനിക്ക് പറയാൻ കഴിയും. സി ബാലഗോപാൽ, ഇങ്ങനെ ഒരു നേട്ടം കേരളത്തിൽ ഉണ്ടാവുമ്പോൾ താങ്കൾ അതിനെ എങ്ങനെ വിലയിരുത്തുന്നു? എന്താണ് താങ്കൾക്ക് ഈ രാത്രി ഇതിനോട് കൂട്ടിച്ചേർത്ത് പറയാനുള്ളത്? ആദ്യമായിട്ട് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത് വ്യവസായ മന്ത്രിയും വ്യവസായ വകുപ്പിലെ ഉദ്യോഗസ്ഥരെയും അഭിനന്ദിക്കാനാണ്. ഇത് വ്യവസായ മന്ത്രി സൂചിപ്പിച്ചതുപോലെ ഇത് വളരെ വലിയൊരു പ്രയത്നത്തിൻ്റെ ഫലമാണ് ഈ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൻ്റെ റാങ്കിങ്ങിൽ ഇത്രയും ഒരു വലിയൊരു നേട്ടം സാധിക്കാൻ വന്നത്. അപ്പോൾ അത് പെട്ടെന്ന് ഒരു വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ നടക്കുന്ന കാര്യമൊന്നുമല്ല. കുറേ വർഷങ്ങൾ ആയിട്ടുള്ള ഒരു ശ്രമത്തിൻ്റെ റിസൾട്ടാണിത്. ഈ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് നേരത്തെ മിനിസ്റ്റർ സൂചിപ്പിച്ചതുപോലെ വേൾഡ് ബാങ്ക് അവരാവിഷ്കരിച്ച ഒരു രാജ്യങ്ങളുടെ വ്യവസായ സൗഹാർദ്ദം വിലയിരുത്താനായിട്ടുള്ള ഒരു മെത്തഡോളജി ആയിരുന്നു ഇത്. ആ മെത്തഡോളജി തന്നെയാണ് നീതി ആയോഗ് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഒരു മത്സര ബോധം ഉളവാക്കാനായിട്ടുള്ള ഒരു ശ്രമത്തിൽ ആണ് ആ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൻ്റെ ഒരു പട്ടിക നമ്മുടെ ഇന്ത്യ രാജ്യത്തുള്ള സംസ്ഥാനങ്ങൾക്ക് ഏർപ്പെടുത്തി കുറേ വർഷങ്ങൾക്ക് മുമ്പ്. എനിക്ക് ഓർമ്മയുണ്ട്, കുറേ വർഷങ്ങൾക്ക് മുമ്പ് താങ്കൾ സൂചിപ്പിച്ചതുപോലെ 28 സംസ്ഥാനങ്ങളും യൂണിയൻ ടെറിട്ടറീസിലും 28ാമത്തെ റാങ്കിലായിരുന്നു കേരളം. ഇപ്പോൾ അത് അവിടുന്ന് 1ാമത്തെ റാങ്കിൽ എത്തുക എന്ന് പറയുന്നത് വളരെ ശ്രദ്ധേയമായ ഒരു നേട്ടമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് പല ദീർഘവീക്ഷണത്തോടു കൂടി ആവിഷ്കരിച്ച് നടപ്പാക്കിയ പദ്ധതികളുടെ പരിശ്രമത്തിൻ്റെ ഫലമാണിത്. അപ്പം പിന്നെ മിനിസ്റ്റർ ഇതിൻ്റെ മെത്തഡോളജിയെ പറ്റിയൊക്കെ പല കാര്യങ്ങളും സൂചിപ്പിച്ചു. ഞാൻ ഇതിൻ്റെ ഈ റിപ്പോർട്ട് കേന്ദ്ര വ്യവസായ വകുപ്പിൻ്റെ ഈ റിപ്പോർട്ട് ഞാൻ പഠിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് ഇത്രയും പറയാനുള്ളത്, ഈ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് നേരത്തെ കേരളത്തിൽ വ്യവസായ സൗഹാർദ്ദം ഇല്ലയെന്ന് തെളിയിക്കാനായിട്ട് ഉദ്ധരിച്ച ഒരു തെളിവാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൻ്റെ അന്ന് കേരളത്തിൻ്റെ മോശമായ റാങ്കിങ്. അപ്പോൾ ഇന്ന് ഈ കേരളത്തിൻ്റെ റാങ്കിങ് 1ാമതായ സ്ഥിതിക്ക് എനിക്ക് തോന്നുന്നത് അതേ ലോജിക്ക് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളത്തിൻ്റെ വ്യവസായ സൗഹാർദ്ദത്തിൻ്റെ ആ മേഖലയിൽ വലിയ നേട്ടം എന്താ പറയുക കേരളത്തിന് സാധിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല ആർക്കായാലും. ഒന്ന്. രണ്ടാമത്തത് എനിക്ക് പറയാനുള്ളത് ഇതിൽ നമ്മൾ ഇത് കാരണം പുറത്തു നിന്ന് വരുന്ന നിക്ഷേപം, കേരളത്തിലേക്ക് നമുക്ക് ആകർഷിക്കാൻ സാധിക്കുന്ന നിക്ഷേപം ഒരു അളവുകോലാണെങ്കിലും എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ആക്ച്വലി നോക്കേണ്ടത് നമ്മുടെ സമ്പദ്ഘടന, കേരളത്തിൻ്റെ സമ്പദ്ഘടന, അതായത് നമ്മുടെ കേരളത്തിൻ്റെ ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിൻ്റെ എന്ത് പ്രൊപ്പോർഷനാണ് വ്യവസായങ്ങളുടെ കോൺട്രിബ്യൂഷൻ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഒരു 30 വർഷം മുമ്പ് ആ കോൺട്രിബ്യൂഷൻ 7% ചുരുങ്ങി കേരളത്തിൽ ഇൻഡസ്ട്രിയലൈസേഷൻ നടക്കുന്നു എന്നുള്ള ഭയവും ആശങ്കയും ഉണ്ടായിരുന്ന ആ അവിടെ നിന്ന് ഇന്ന് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 12 തൊട്ട് 13%, അതായത് ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിൻ്റെ 12 തൊട്ട് 13% വരെയായിട്ട് പടിപടിയായിട്ട് 30 വർഷം കൊണ്ട് ഉയർന്നു വന്നിരിക്കുകയാണ്. പക്ഷേ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, നേരത്തെ ഉണ്ടായിരുന്ന നമ്മുടെ ഇവിടെ പരമ്പരാഗതമായിട്ടുള്ള ചില അഗ്രികൾച്ചറൽ മെറ്റീരിയൽ സംസ്കരിക്കുന്ന ഒരു
ലോ ടെക്നോളജി മാനുഫാക്ചറിങ് ആയിരുന്നു കേരളത്തിൽ ഭൂരിഭാഗം മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസും. ഇന്ന് നോക്കിയാൽ വളരെ ഹൈടെക് ആയിട്ടുള്ള ഹൈ ടെക്നോളജിയും ഹൈ പ്രൊഡക്ടിവിറ്റിയും ഹൈ വാല്യൂ അഡിഷനുള്ള ഇൻഡസ്ട്രീസാണ് ഇപ്പോൾ നാം കേരളത്തിൽ കാണുന്നത്. പഴയ ഇൻഡസ്ട്രീസ് എല്ലാം ഒന്നില്ല അവർ അടച്ചു പൂട്ടി അല്ലെങ്കിൽ ഇവിടുന്ന് മൈഗ്രേറ്റ് ചെയ്ത് പോയി. ബിക്കോസ് അത് ലോ വേജ് പേയിങ് ഇൻഡസ്ട്രീസ് ആയിരുന്നു. അവരുടെ സ്ഥാനത്ത് വന്നിരിക്കുന്നത് ഇസ് വെരി ഹൈ വാല്യൂ ആഡിങ് ഇൻഡസ്ട്രി. മെഡിക്കൽ ഡിവൈസ് മാനുഫാക്ചറിങ്, സ്പെഷ്യാലിറ്റി സ്റ്റീൽ കാസ്റ്റിംഗ്, മെഡിക്കൽ ഇൻസ്ട്രുമെൻറ്റേഷൻ, ഇലക്ട്രോണിക് ഇൻസ്ട്രുമെൻറ്റേഷൻ, വാല്യൂ ആഡിഡ് സ്പൈസസ് പ്രോസസ്സിങ്, സ്പെഷ്യാലിറ്റി റബ്ബർ പ്രോഡക്റ്റ് മാനുഫാക്ചറിങ്. അപ്പം ഈ മാതിരിയുള്ള ഹൈ വാല്യൂ ആഡിഡ് ഇൻഡസ്ട്രീസാണ് വന്നിരിക്കുന്നത്. അപ്പം ഇതൊരു വളരെ നല്ലൊരു ഡെവലപ്മെൻറ്റാണ്. ആൻഡ് ഈ വ്യവസായ സൗഹാർദ്ദത്തിൽ ആ പട്ടികയിൽ കേരളത്തിന് ഇത്രയും വലിയൊരു നേട്ടം, ഒന്നാമത് സ്ഥാനത്ത് എത്താൻ സാധിക്കുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ഇനി അടുത്ത ഒരു 10-20 വർഷത്തേക്ക് കേരളത്തിൻ്റെ വ്യവസായ മേഖല കാണാൻ പോകും നല്ലൊരു ഭാവി കേരളത്തിലെ വ്യവസായ മേഖലയ്ക്കുണ്ട്. കേരളത്തിലെ വ്യവസായ മേഖലയിൽ മോഡേൺ മാനുഫാക്ചറിങ്, ഹൈടെക് വാല്യൂ ആഡിഡ് മാനുഫാക്ചറിങ്ങിൽ ഒരു കുതിച്ചു ചാട്ടം തന്നെ നാം കാണാൻ പോകുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. ശ്രീ ബാലഗോപാൽ, ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ വളരെ ആവേശം പകരുന്ന വാക്കുകളാണ് താങ്കൾ നൽകിയത്. താങ്കൾ കേരളത്തിലെ വ്യവസായത്തിൻ്റെ ഒരു മുഖച്ഛായ മാറ്റം വരുന്നു എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. IAS ഉദ്യോഗം ഉപേക്ഷിച്ചുകൊണ്ട് വ്യവസായ രംഗത്തേക്ക് ഇറങ്ങുകയും നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ലോകോത്തര നിലവാരമുള്ള രക്ത ബാഗുകൾ അത് കേരളത്തിൽ ഉണ്ടാക്കാം എന്ന് തെളിയിക്കുകയും അങ്ങനെ ഒക്കെ വിജയിക്കുകയും ചെയ്ത ഒരു ഇന്നൊവേറ്റീവായിട്ടുള്ള ഒരു വ്യവസായിയുടെ അഭിപ്രായം കൂടിയാണ് കേരളം ഇത്തരത്തിൽ വ്യവസായ മുഖച്ഛായ മാറ്റത്തിൽ എത്തുന്നു എന്നത്. അത് വളരെ ആവേശകരമാണ്.